തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം എപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. MGR, ജയലളിത, വിജയകാന്ത് അങ്ങനെ വെള്ളിത്തിരയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ താരങ്ങൾ നിരവധിയാണ്. ഇപ്പോഴിതാ തമിഴകത്തെ സൂപ്പർ സ്റ്റാർ വിജയ് ആ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കാൻ ഒരുങ്ങുന്നു. തമിഴക വെട്രി കഴകം അഥവാ TVK എന്ന തന്റെ പാർട്ടിയുമായി തമിഴ് മണ്ണിൽ ഒരു രാഷ്ട്രീയ വിപ്ലവത്തിന് തിരികൊളുത്താൻ വിജയ് തയ്യാറെടുക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക? 1977 MGR നേടിയതുപോലെയുള്ള ഒരു വിജയമാണ് വിജയും സ്വപ്നം കാണുന്നത്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് ഒരു തരംഗമാകുമോ? നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം 284 ദിവസങ്ങൾ മാത്രമാണുള്ളത്. മറ്റു പാർട്ടികൾ തങ്ങളുടെ തന്ത്രങ്ങൾ മെനയുമ്പോൾ വിജയുടെ തമിഴക വെട്രി കഴകം ഇതിനോടകം തന്നെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമാക്കി കഴിഞ്ഞു. ചെന്നൈയിൽ TVKയുടെ വാർ റൂം പ്രവർത്തനം തുടങ്ങി എന്നത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഓരോ ദിവസവും എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം, ഓരോ മണ്ഡലത്തിലും എങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായൊരു പ്ലാൻ TVKയ്ക്കുണ്ട്. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് TVK ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി 69,400 ബൂത്ത് ഏജന്റുമാരെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട്. ഓരോ ബൂത്തിലും 4 പേർ വീതം ആണുള്ളത്. ഇവർക്ക് കൃത്യമായി പരിശീലനം നൽകി കഴിഞ്ഞു. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ചുമതല ഓരോ കുടുംബവുമായും ബന്ധം സ്ഥാപിച്ച് TVKയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് ആയതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം എളുപ്പമാകുമെന്നാണ് പാർട്ടി കരുതുന്നത്. തമിഴ്നാട്ടിലെ ഓരോ ബൂത്തിലും വോട്ടർമാരുമായി നേരിട്ട് സംവദിക്കാനുള്ള ഈ നീക്കം TVKയെ മറ്റ് പാർട്ടികളിൽ നിന്നും വേറിട്ട് നിർത്തുകയാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണ്. ഈ സാധ്യത TVK വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ശക്തമായ IT വിങ് പാർട്ടിക്കുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം ശക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ബൂത്ത് തലത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതിനോടകം തന്നെ സജീവമായി കഴിഞ്ഞു. എതിർ പാർട്ടികളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചാണ് TVKയുടെ സോഷ്യൽ മീഡിയ തന്ത്രങ്ങൾ മെനയുന്നത്. ഈ ഡിജിറ്റൽ യുദ്ധക്കളത്തിൽ വിജയുടെ ജനപ്രീതിയാണ് TVKയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. യുവാക്കൾക്കിടയിൽ വിജയ്ക്കുള്ള സ്വീകാര്യത സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്ക് വലിയ ഊർജം നൽകുന്നുണ്ട്. പാർട്ടി സർവേകൾ അനുസരിച്ച് നിലവിൽ AIADMKയുടെ മുന്നിലാണ് TVK. DMKയുമായി ശക്തമായ ഒരു മത്സരം നടക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. സർവേകൾ, തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ്, പുതിയ സഖ്യങ്ങൾ. TVKയുടെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ടീം വളരെ പ്രൊഫഷണലാണ്. 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ഒരു സംഘമാണ് വിജയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇത് TVKയുടെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുനയാണ് പറഞ്ഞത്. 234 നിയമസഭാ മണ്ഡലങ്ങളിലും ഒരുപോലെ പ്രവർത്തനം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. വോട്ടർമാരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയ്ക്കിടെ സർവേകളും നടത്തുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് പ്രാദേശിക പ്രചാരണങ്ങൾ സംഘടിപ്പിക്കാനും പാർട്ടി പദ്ധതിയിടുന്നു. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കായി മൈ TVK എന്ന പേരിൽ ഒരു ആപ്പ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. 2.5 കോടി അംഗങ്ങളെയാണ് ഈ ആപ്പിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ സഖ്യങ്ങളില്ലാതെ മത്സരിച്ച് വിജയിച്ച് മുഖ്യമന്ത്രിയായി MGRന്റെ പാത പിന്തുടർന്ന് TVKയും ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയം നേടുമെന്നാണ് അണികളുടെ ആത്മവിശ്വാസം. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവം TVKയുമായി ചേരുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. കൂടാതെ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ TVK ശ്രമിക്കുന്നു എന്നും വാർത്തകളുണ്ട്. ഇത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഒരു മെഗാ സമ്മേളനം, പാർട്ടിയുടെ ശക്തി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മധുരൈ മാനാട് എന്ന പേരിൽ ഒരു മെഗാ സമ്മേളനം തന്നെ സംഘടിപ്പിക്കാനും TVK പദ്ധതിയിടുന്നുണ്ട്. ഓഗസ്റ്റ് 25-ന് ക്യാപ്റ്റൻ വിജയകാന്തിന്റെ ജന്മദിനത്തിൽ സമ്മേളനം നടത്താനായിരുന്നു ആദ്യത്തെ തീരുമാനം. വിജയകാന്തിന്റെ പാർട്ടിയെ TVKയുമായി അടുപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടായിരുന്നു.